ഗാസ സമാധാന കരാർ അംഗീകരിക്കാൻ ഹമാസിന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അനുവദിച്ച സമയപരിധി ഇന്ന് അവസാനിക്കാനിരിക്കെ കാര്യങ്ങൾ വീണ്ടും വഷളാകുന്നു. ഇസ്രായേൽ ഗാസയിൽ ഇന്നലെ നടത്തിയ ആക്രമണങ്ങളിലും നിരവധി പേർ കൊല്ലപ്പെട്ടു. യുദ്ധം നിർത്തുമെന്ന ഇസ്രായേലിന്റെ പരാമർശങ്ങൾ കബളിപ്പിക്കാനെന്ന് ഹമാസ് കുറിപ്പിറക്കി. അതേസമയം കരാറിൽ കൂടുതൽ ചർച്ചകൾക്ക് അമേരിക്കൻ പ്രതിനിധികൾ ഇന്ന് ഈജിപ്തിൽ. നാളെ ഹമാസ് പ്രതിനിധികളും ഇസ്രായേൽ പ്രതിനിധികളും ഈജിപ്ഷ്യൻ മധ്യസ്ഥതയിൽ ചർച്ച നടത്തും. വിവരങ്ങളുമായി അഭിലാഷ് രാധാകൃഷ്ണൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. അഭിലാഷ്, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, വളരെ പ്രതീക്ഷയോടെയാണ് ട്രംപ് മുന്നോട്ട് വെച്ച ഗാസ പദ്ധതിയെ ലോകം മുഴുവൻ ഉറ്റുനോക്കിയത്. ഹമാസ് ചില വ്യവസ്ഥകളോട് എതിർപ്പ് പ്രകടിപ്പിച്ചു എങ്കിൽ പോലും പൂർണ്ണമായും ഈ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നടപടികളുമായി സഹകരിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഇസ്രായേലിനും മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലെന്ന് അറിയിച്ചിരുന്നതാണ്. പക്ഷേ ട്രംപ് ഈ പറഞ്ഞതിന് ശേഷവും ഇസ്രായേൽ വീണ്ടും അവിടെ ആക്രമണം തുടരുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. ട്രംപ് പറഞ്ഞിട്ട് പോലും ഈ നെതന്യാഹു കേൾക്കുന്നില്ലേ എന്ന് പോലും ലോകം ചോദിച്ചതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം അവിടെ തുടർച്ചയായി ആക്രമണം നടക്കുന്നു, നിരവധി പേർ കൊല്ലപ്പെടുന്നു. ഈ സാഹചര്യത്തിലാണോ വീണ്ടും ഹമാസ് ഒരു എതിർപ്പുണ്ട് എന്നുള്ള തരത്തിലേക്ക്, ഒരു വെടിനിർത്തലിന് അല്ലെങ്കിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നീക്കത്തിലേക്ക് കടക്കാനോ ഒരു എതിർപ്പുണ്ട് എന്ന തരത്തിലേക്ക് സൂചന നൽകുന്ന ഒരു പരാമർശവുമായി ഇപ്പോൾ രംഗത്ത് എത്തിയിരിക്കുന്നത്? ആര്യ, ഇതിന്റെ കാര്യമെന്ന് വെച്ചാൽ ഗാസയിലെ ആക്രമണം നിർത്തുന്നതിന് ഇസ്രായേലിന് ഒരു തരത്തിലുള്ള താല്പര്യമില്ല. പക്ഷേ ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദം ഇസ്രായേലിന് മകളിലുണ്ട്. അതുപോലെ ഡൊണാൾഡ് ട്രംപിന് നൊബേൽ സമ്മാനം വേണമെന്നുള്ളൊരു താല്പര്യമുണ്ട്. ഈ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഗാസയിൽ ഒരു യുദ്ധം അവസാനിപ്പിക്കണമെന്നുള്ളൊരു കാര്യത്തിലേക്ക് ഇസ്രായേലും അമേരിക്കയും കടക്കുന്നത്. എന്നാൽ അമേരിക്കയ്ക്ക് ഉള്ള അത്രയും താല്പര്യം ഇസ്രായേൽ ഇല്ല എന്നുള്ളതാണ് കാര്യം. കാരണം ഇസ്രായേലിൻ്റെ രാഷ്ട്രീയം അങ്ങനെയാണ്. അവിടെ യുദ്ധം അവസാനിച്ചാൽ നെതന്യാഹുവിന് ഒരുപക്ഷെ ജയിലിൽ പോകേണ്ട ഒരു സാഹചര്യം വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഗാസയിലേക്കുള്ള ആക്രമണം കടുപ്പിക്കാനായിട്ട് ഇസ്രായേൽ ഒരുങ്ങുന്നത്. അപ്പോൾ ഇന്നലെ ഇത്തരത്തിൽ ഡൊണാൾഡ് ട്രംപ് കൊണ്ടുവന്ന 21 പോയിന്റുകളുള്ള സമാധാന കരാർ അതിൽ ഭാഗികമായെങ്കിലും അംഗീകരിക്കാമെന്ന് ഹമാസ് പ്രഖ്യാപിച്ചിരുന്നു. അതിന് പിന്നാലെ അതിനുള്ള ചർച്ചകൾ നടത്താമെന്നും അതുപോലെ ബന്ദികളെ കൈമാറാമെന്നുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ ചർച്ചകളാവാമെന്നും ഹമാസും പറഞ്ഞിരുന്നു. അത് അംഗീകരിക്കാമെന്ന് തന്നെ ഇന്നലെ നെതന്യാഹുവും പറഞ്ഞു. പക്ഷേ ഈ അംഗീകരിക്കാമെന്ന് പറഞ്ഞ മണിക്കൂറുകൾക്കകം തന്നെ വീണ്ടും ഗാസയിൽ ആക്രമണങ്ങൾ നടത്തുകയും 70ഓളം പേർ കൊല്ലപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. ആ സമയത്താണ് ഹമാസിൻ്റെ ഭാഗത്ത് നിന്നൊരു കുറിപ്പ് വരുന്നത്. അതായത് ഇത്തരം കരാറുകൾ അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും ആക്രമണം നടത്താനുള്ളൊരു ആക്രമണം നടത്തുന്ന രീതിയാണ് ഇസ്രായേൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്.